നിലയുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ ഒരു നാമത്തിൽ ഞങ്ങളുടെ ക്രൈസ്തവ വന്ദനത്തെ അറിയിക്കുകയാണ്. ഈ ഉച്ച കഴിഞ്ഞ് സദ്യ എടുക്കുന്ന സമയത്ത് ഞങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഞങ്ങളറിഞ്ഞ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഞങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവിന്റെ ദാസന്മാരെ മനുഷ്യര് എന്തിനിവിടെ ജനിച്ചു, എന്തിനിവിടെ ആയിരിക്കുന്നു, അതിനുശേഷം മരിച്ചിട്ട് മനുഷ്യൻ എവിടെ പോകുന്നു എന്നൊന്നും അറിയുന്നില്ല. പലരും പറയുന്നത് ഇവിടെയാണ് സ്വർഗം, ഇവിടെയാണ് നരകം എന്ന് പറയുമ്പോ ഓർക്കണം സ്നേഹിത, ചില മാസങ്ങൾക്ക് മുമ്പ് ബെഞ്ഞാറമൂട് അബാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 1, 2, 3 എന്ന ഭയ എണ്ണത്തക്ക നിലയിൽ ഏതാണ്ട് 5ഓളം വ്യക്തികളെ കൊന്നത്. ഇതാണോ സ്വർഗം? അല്ല, ഈ ഭൂമി ഒരിക്കലും സ്വർഗം അല്ല. ഈ ഭൂമി മനുഷ്യർക്ക് പാർക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കിയ സംവിധാനമാണ് ഭൂമി. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ താൻ എന്തിനെ ഭൂമിയിൽ വന്നു എന്ന് താൻ സ്വയം ചോദിക്കണം. അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അധ്യാത്മിക മേഖലയിൽ ആയിരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വാമിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, ഇത് അന്ത്യകാലമാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞത് ഇത് കലികാലമാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ചേർത്ത് പറഞ്ഞു, ഇത് അന്ത്യകാലമാണ്. എന്താ അന്ത്യകാലത്തിന്റെ പ്രത്യേകത? അന്ത്യകാലത്തിൽ ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് മനുഷ്യൻ ശ്വസനീയകയായി തീരും. ബമ്പ പറയുന്നവർ അഹങ്കാരികൾ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത ഒരു തലമുറ എഴുന്നേറ്റ് വരുമെന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ ചേർത്ത് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ചു. അപ്പൊ കാലം തികഞ്ഞു എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ പറയുന്നു. നമ്മൾ പറയത്തില്ലയോ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇനി കയറ്റാൻ പറ്റില്ല കാരണം സീറ്റ് ഫുള്ളായി, തികഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാലം തികഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? 2023 മാസം ഇന്ത്യ ഏറ്റവും ആധുനിക സംവിധാനത്തിൽ അല്ലെങ്കിൽ IT മേഖലയിൽ അത്തിച്ചുകൂടി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയിലുള്ള സകലർക്ക് അഭിമാനപൂർവകമായ ഒരു സന്ദർഭമായിരുന്നു ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന പേടകം ഇത് വിക്ഷേപിക്കാനിടയായി. മറ്റു രാജ്യങ്ങളെ കടത്തിവെട്ടിക്കൊണ്ട് ഇന്ത്യ ഈ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന പേടകം അയച്ചു. ISRO ചെയർമാനായ നമ്മുടെ മലയാളിയായ ഡോക്ടർ സോമനാഥൻ, അദ്ദേഹത്തിന് ഒത്തിരി അഭിമാനം ഉണ്ടാകാനിടയായി. നമുക്ക് അഭിമാനമുണ്ട്, കാരണം മലയാളിയായ ഡോക്ടർ സോമനാഥനാണ് ISROയുടെ ചെയർമാൻ. അദ്ദേഹം വളരെ ആനന്ദിക്കാനിടയായി. അദ്ദേഹത്തോട് അഭിമുഖത്തിൽ ചോദിച്ചു, ഇത്രയും കോടി രൂപ മുടക്കി ഈ 2023 ഈ പേടകത്തെ വിക്ഷേപിച്ചതിന്റെ അർത്ഥം എന്തിനാ, ഇതിനു വേണ്ടിയാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഭൂമിക്ക് പഴയതുപോലെ നിൽക്കാൻ കഴിയുകയില്ല. അയ്യോ, ബൈബിൾ അത് തന്നെയാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഭൂമിക്ക് ഇനി അധികം കാലം ഇവിടെ ആയുസില്ല. അദ്ദേഹം പറഞ്ഞു, ഈ സൂര്യന്റെ ആയുസ് തീരാറായി. സൂര്യന്റെ പവറിലാണ് ഭൂമി ഇവിടെ നിൽക്കുന്നത്. സൂര്യന്റെ ആയുസ് അദ്ദേഹം പറഞ്ഞത് 14 മില്യൺ വർഷം. അപ്പോൾ സൂര്യന്റെ ആയുസ് 14 മില്യൺ വർഷമാണെങ്കിൽ അവളാരൊക്കെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആയുസ് എത്രയായി പോകും? അദ്ദേഹം പറഞ്ഞു 10 മില്യൺ വർഷം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്രയുണ്ട്? 4 മില്യൺ വർഷം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂര്യനെ നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അദ്ദേഹം ചോദിച്ചു, അതിനെ ഇതിനായി മേലോട്ട് പേടകത്തെ വിട്ടത്? അദ്ദേഹം പറഞ്ഞു, മനുഷ്യന് ഇവിടെ ഭൂമിയിൽ താമസിക്കാൻ കഴിയത്തില്ലെങ്കിൽ മനുഷ്യന് മറ്റൊരു ഗ്രഹം ഉണ്ടാകണം. അതിന് ചന്ദ്രനിൽ മനുഷ്യന് താമസിക്കാനുള്ള അവിടുത്തെ ജലം മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അവിടുത്തെ ധാതു ലവണങ്ങൾ സമ്പദ് വ്യവസ്ഥകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് പഠിക്കാൻ വേണ്ടിയാ ഇത് വിട്ടത്.
ഓർത്തോ, ശാസ്ത്രം പറയുന്നു പ്രപഞ്ചം ഇവിടെ അവസാനിക്കാൻ പോകുന്നു. ബൈബിൾ മുന്നേ കൂട്ടി വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിച്ച പ്രിയ സഹോദര സഹോദരി, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത്, ഞങ്ങൾ സേവിക്കുന്ന യേശു ക്രിസ്തു വീണ്ടും വരും. തനിക്ക് വേണ്ടി ഹൃദയം കൊടുക്കുന്ന മത്തായി ആയിക്കൊള്ളട്ടെ, മുഹമ്മദ് ആയിക്കൊള്ളട്ടെ, ഇവിടുത്തെ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, അതുതന്നെ ഇവിടുത്തെ സോമനായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് വിശ്വസിക്കാൻ തയ്യാറായ താങ്കളെ ഇവിടെ ചെറുക്കാനാ യേശു വീണ്ടും വരുന്നത്. ആ പ്രത്യാശ പറയാനാ സഹോദര. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് നേരം ഉറങ്ങാം. നിങ്ങൾ ഉറങ്ങാതെ ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ അർത്ഥം, സ്നേഹിത, ഞങ്ങൾ അറിഞ്ഞ സ്നേഹം നിങ്ങൾ അറിയണം. പ്രപഞ്ചം ഹല്ലേലൂയ ഇങ്ങനെ ഒന്നും നിൽക്കത്തില്ല. അപ്പൊ കാലം മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്നലെ വരെ ഇല്ലാത്ത പ്രതിഭാസമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിനാകെ എല്ലാം വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ശാസ്ത്രഭാഗം ഞാൻ വായിച്ചപ്പോൾ ഞാൻ തെളിയിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ എത്ര മഴ പെയ്താൽ നിന്നെ കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയായിരുന്നല്ലോ, എന്താ പെട്ടെന്ന് ചൂടായത്? പറയാം, ശാസ്ത്രം പറയുന്നു, ഈ ഭൂമിക്കടിയിൽ 7 പ്ലേറ്റ് ഉണ്ട്, അതിലെ 3-4 പ്ലേറ്റ് നീങ്ങി. അതുകൊണ്ട് വെള്ളം എത്ര വീണാലും താഴേക്ക് എന്ത് ചെയ്യുക, വാർന്നു പോവുക. അതാണ് ഭാരതപ്പുഴയിലൊന്നും വെള്ളമില്ലാത്ത. എന്റെ അർത്ഥം, ഭൂമി ഇതെല്ലാം അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഈ കാണുന്ന പ്രപഞ്ചം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹിത, ഈ പ്രപഞ്ചം താങ്കൾക്ക് എന്നൊരു നിത്യ തരികയില്ല. ഈ പ്രപഞ്ചം ഇവിടെ അവസാനിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, യേശു വിശ്വസിക്കുന്നവർക്ക് ഒരു നിത്യജീവനുണ്ട്. മരിച്ചാലും ഒരു വീണ്ടും ഒരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യാശാസ്ത്രം ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. ഒന്നോട് പറയുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ രൂപാന്തരപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹിത, ഞങ്ങൾ പറയുന്നു, വിശുദ്ധ ബൈബിളിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന എല്ലാം പ്രവചന ഗ്രന്ഥങ്ങളാണ്. പ്രവചനം എല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഒറ്റൊരു പ്രവചനം മാത്രം നിവൃത്തിയാകാനുള്ളൂ. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കേണ്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം. ആ കർത്താവിന്റെ ആവശ്യമില്ല. വേഗം മേഘത്തിൽ താൻ പ്രത്യക്ഷപ്പെടും. ആ സമയത്ത് താങ്കൾക്കും അതിൽ ആ പ്രത്യാശയിലാണെങ്കിൽ താങ്കൾക്കും രസപ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, മറിച്ച് ഒരു നിത്യതയുണ്ട്. നിത്യതയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്. സ്നേഹിത, മദ്യം ഒരു നേരത്തെ സുഖം തരും എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ മദ്യം നിന്നെ തകർത്തുകൊണ്ടിരിക്കും. ഈ ഒരു പക്ഷം ജോലിക്ക് നാളെ ആകട്ടെ ചിന്തിച്ചാൽ, ഞാൻ പറയുന്നു, മരണം എന്ന് പറഞ്ഞ സുഹൃത്ത് നിന്നോട് കൂടെ നടക്കുന്നുണ്ട്. എപ്പോഴും മരിക്കാം, ഏത് സമയം മരിക്കാം. രാത്രി ഒരു പക്ഷം ഇറങ്ങിയാൽ ഇപ്പോഴാണ് രക്ഷാദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. ഞാൻ പറയുന്നു, മദ്യം നിനക്ക് സുഖം തരത്തില്ല. മദ്യം മറന്നിരിക്കുന്ന കൊലയാളിയാണ്. സ്നേഹിത, നീ മദ്യപിക്കുമ്പോൾ സംഭവിക്കുന്നത്, നിന്റെ ശരീരത്തിലെ ആ ആയിരക്കണക്കിന് കോശങ്ങൾ ദ്രവിച്ചു പോകുകയാണ്. ദ്രവിച്ചു പോകുമ്പോൾ അത് കുറെ രോഗങ്ങളായി, അത് ക്യാൻസറായി, നീ ബലഹീനനായി ഈ വഴി മാറാൻ സാധ്യതയുണ്ട്. സ്നേഹിത, മദ്യത്തോട് വില പറ. കാരണം മദ്യം കഴിക്കുമ്പോൾ ശരീരത്തിന്റെ ജലാംശമായ കൺപോള, മാംസം, അതുപോലെ നാക്ക്, കണ്ണ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ, ഇരുവാംശം പറ്റിപ്പോകുമ്പോ ഈ വേഗത്തിൽ ബലഹീനനായി രോഗിയായി മാറും. സ്നേഹിത, നിന്റെ നല്ല പ്രായത്തിൽ നിന്റെ ഹൃദയം യേശുവിനോട് വിട്ടുകൊടുക്കോ. ഇവിടെ പറയുന്ന ഇന്ത്യയുടെ കണക്ക് നല്ല പുകവലി നിമിത്തം 1 വർഷം 8 ലക്ഷം ആളുകൾ പുകവലി നിമിത്തം മരണത്തിന് കീഴടങ്ങുന്നു. സ്നേഹിത, പുകവലിച്ച് തള്ളി നിന്റെ ജീവിതം നഷ്ടമാക്കാതെ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കൂ. പാപത്തെ അതിൽ പച്ചവെള്ളം വലിച്ചു കുടിക്കുന്ന പ്രിയ സഹോദര, പാപം ഒരിക്കലും നിനക്ക് നിത്യത കൊണ്ടെത്തിക്കുകയില്ല. പാപം നിന്നെ നിത്യ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, അതുപോലെ മദ്യപാനത്തിൽ നിന്ന്, അതുപോലെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ഏക ഒരു മാർഗം അത് യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. ഒരു കാലത്ത് ഞങ്ങളും ഇത്തരത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. എന്നാൽ ഞങ്ങളെ വിടുവിച്ചത്, ഞങ്ങളെ സഹായിച്ചത്, ഞങ്ങൾക്ക് ഈ സന്തോഷം നൽകി തന്നത് യേശുക്രിസ്തുവിന്റെ നിത്യവചനമാണ്. ആ വചനം ഇന്ന് നിങ്ങളെ ആശ്വസിക്കുമ്പോൾ നിങ്ങൾക്കും ആശ്വാസം തരും. സ്നേഹിത, താങ്കൾ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ വിട്ടുപോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ തനിക്ക് വേണ്ടാന്ന് വെച്ചിട്ടും താൻ പിന്തുടരുന്ന പാപത്തിലേക്ക് പോകുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നു, താൻ ആയിരിക്കുന്നിടത്ത് ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കൂ. ആ ഈ ഹൃദയത്തിനകത്തേക്ക് യേശുവിന് വരാൻ കഴിയും. ഞാൻ ഇന്ന് പകൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് പല ദേശത്ത് സന്ദേശം അറിയിക്കേണ്ടതുണ്ട്. ചുരുക്കിയ സമയം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. എങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളോട് പറയുന്നത്. സ്നേഹിത, ഇന്ന് നീ സമാധാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ,
നീ മദ്യത്തിന്റെ അടിറ്റായിട്ട് നിനക്ക് അതിൽ മാറാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ, പാപത്തോട് പറയാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കൂ. യേശു നിന്റെ ഹൃദയത്തിൽ വേണം. നിനക്ക് സമാധാനവും സന്തോഷവും നീ ആഗ്രഹിക്കുന്ന ആ സമാധാനത്തിൽ ഭാവിക്കാൻ കഴിയും. മാത്രമല്ല നിനക്കൊരു നിത്യതയുണ്ട്. സ്നേഹിത, ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന അല്ല, മറിച്ച് ഒരു സ്വർഗമുണ്ട്. ഈ കാണുന്ന നമുക്കൊരു ഒരു നാണയത്തിന് രണ്ടു വശമുള്ളതുപോലെ, ഒരു ഇറക്കത്തിന് ഒരു കയറ്റമുള്ളതുപോലെ, മഴയ്ക്ക് ഒരു വെയിലുള്ളതുപോലെ, എല്ലാത്തിനും രണ്ട് കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, നരകത്തിന് എതിർലിംഗമായി ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് തങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് സ്നേഹിത, ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന അല്ല, നിങ്ങളുടെ വിലപ്പെട്ട ആത്മാവ് ഒന്നുകൂടെ പറയാ. പ്രശ്നം വരുമ്പോൾ ചിലർ ഓടി ആത്മഹത്യ ചെയ്യാറുണ്ട്. ആത്മഹത്യ ഇതിനൊന്നൊരു പരിഹാരമല്ല. കാരണം ആത്മഹത്യയുടെ സംഭവിക്കുന്നത് നിന്റെ ശരീരത്തെ കൊല്ലാനേ കഴിയുള്ളൂ. നിന്റെ അകത്തൊരു വിലപ്പെട്ട ആത്മാവുണ്ട്, ഒരാത്മാവുണ്ട്. അത് നശിക്കുന്നില്ല. അത് ആത്മാവ് നന്മയിലേക്ക് പോകും. അത് പോകുന്നത് നല്ല പ്രവൃത്തി ചെയ്താൽ നന്മ പ്രാപിക്കും, തിന്മയാണെങ്കിൽ നിത്യ നരകത്തിന് ഓഹരിയായി തീരും. അതുകൊണ്ട് ആത്മാവ് മരിക്കുന്നില്ല. സ്നേഹിത, ഒരു വെപ്രാളത്തിന് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഓടി ആത്മഹത്യ ചെയ്താൽ നിനക്ക് ദൈവത്തിന് ന്യായവിധി ഒഴിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്നേഹിത, ഒരു ന്യായവിധി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സാഹചര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ ഏറ്റു പറഞ്ഞ് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ തയ്യാറായ നിങ്ങളൊന്നും ചെയ്യണ്ട. മറ്റു നേർച്ച കാഴ്ച ഒന്നും ഇവിടെ വേണ്ട. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിക്കൂ. യേശു നിങ്ങളെ ഉത്തരിക്കാൻ മതിയായ ദൈവം. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മറ്റൊരുതിന്റെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അതുകൊണ്ട് സകല ഭൂവാസികളായുള്ളവരെ ആ യേശുവിനെ നോക്കി രക്ഷപ്പെടായിപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ഈ വാക്കുകൾ ആദ്യം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്റെ പിന്നാലെ വാക്കുകൾ പറയും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുവേണ്ടി ഞാൻ മൈക്ക് കൈമാറുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാണ്.